പുതുവത്സര ദിനത്തിൽ 60ാമത്തെ ഉപഗ്രഹ വിക്ഷേപണത്തിന് ഒരുങ്ങിയിരിക്കുന്നു ISRO. എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായി PSLV C-58 അല്പസമയത്തിനകം കുതിച്ചുയരും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നാണ് റോക്കറ്റ് ഉയരുക. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. അല്പസമയത്തിനകം തന്നെ വിക്ഷേപണം നടക്കും. അവിടെ നിന്നുള്ള തത്സമയ acquired a relative velocity of 1.6 kilometers per second. All sub-sound. The stage -50 seconds. Ignites. All sequences after sound. PS1 continues to burn for 152 seconds. Operational time for PS3 is 124 seconds. PS4 will operate for 247 seconds. Then the injection parameters will be achieved. Seconds. Real-time programs activated. -25 seconds. VSPP opened. -20 seconds. -15 seconds. प्रमोशन से 15 सेकंड की दूरी पर 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. Lift off normal. Bright morning of the New Year's Day made brighter by a majestic liftoff. PSLV C-58 carrying India's X-ray polarimetric satellite towards its destination. जी हाँ, इस वर्ष का प्रथम प्रमोशन श्रीहरिकोटा के प्रथम प्रमोशन मंच से PSLV C-58 का हमने सफलतापूर्ण उत्थापन देखा और यह अपनी उद्दिष्ट कक्षा की ओर निरंतर बढ़ता हुआ प्रथम चरण का निष्पादन पूरी तरह सामान्य. Nominal thrusting by PS1 stage. Nominal burn time for the strap-ons is 70 seconds and the core motor for 109 seconds. इस समय यान अपने अधिकतम गतिक दाब से गुजरता हुआ प्रथम चरण का PSLV-യുടെ 60ാമത് വിക്ഷേപണമാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും നടന്നിരിക്കുന്നത്. ആദ്യഘട്ടം വിജയകരം. എക്സ്പോസാറ്റ് ഉപഗ്രഹവുമായാണ് PSLV 58 കുതിച്ചുയർന്നിരിക്കുന്നത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണത്തറയിൽ നിന്നാണ് റോക്കറ്റ് ഉയർന്നിരിക്കുന്നത്. ബഹിരാകാശ എക്സ്റേ സ്രോതസ്സുകൾ പഠിക്കുകയാണ് എക്സ്പോസാറ്റ് ഉപഗ്രഹത്തിന്റെ ലക്ഷ്യം. KP അഭിലാഷ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, PSLV C-60 കുതിച്ചുയർന്നിരിക്കുന്നു. പുതുവത്സര ദിനത്തിൽ അഭിമാന നിമിഷമാണ് രാജ്യത്തെ സംബന്ധിച്ച്. എന്തൊക്കെയാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇതിന്റെ ആദ്യഘട്ട വിജയം സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ അറിയാൻ എത്ര സമയമെടുക്കും? രേണുക, C-58 ഇപ്പോൾ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ മിഷൻ വിജയകരമായി പൂർത്തിയാകും എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. ഇപ്പോഴും ISROയുടെ ഇൻപുട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഘട്ടം ഘട്ടമായി നടന്നിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇപ്പോൾ ഏതാണ്ട് വിജയത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. തീർച്ചയായും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് കടന്നുപോകുന്നത്. കാരണം 2024 പുതുവത്സര ദിനത്തിൽ ആണ് രാജ്യം ഇത്തരത്തിൽ ഒരു ദൗത്യത്തിൽ ഏർപ്പെടുന്നത്. ഇതിനു മുമ്പ് നാസ മാത്രമാണ് ഇത്തരത്തിലൊരു ദൗത്യം നടത്തിയിട്ടുള്ളത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 2021 ആണ് നാസ ഇത്തരത്തിൽ ഒരു എക്സ്പോസാറ്റ് വിക്ഷേപിച്ചത്. അതിനുശേഷം ഇപ്പോഴിതാ ഇന്ത്യ, പ്രത്യേകിച്ച് ചന്ദ്ര ദൗത്യത്തിനും അതോടൊപ്പം തന്നെ സൗര ദൗത്യത്തിനും ശേഷം തമോഗർത്തങ്ങളിലേക്ക്, ബഹിരാകാശത്ത് തമോഗർത്തങ്ങളെ സംബന്ധിച്ച കൂടുതൽ പഠനത്തിന് വേണ്ടിയുള്ള വിക്ഷേപണം ആണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇതിന്റെ ആദ്യഘട്ടം പൂർണ്ണമായും വിജയിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 640 കിലോമീറ്ററിന് മുകളിൽ ഉള്ള ഭ്രമണപഥത്തിലേക്ക് ആണ് ഈ ഉപഗ്രഹങ്ങളെ എത്തിക്കേണ്ടത്. 10 ഉപഗ്രഹങ്ങളും വഹിച്ചുകൊണ്ടുള്ള PSLV-യുടെ C-58 റോക്കറ്റ് ആണ് ഇപ്പോൾ ഭ്രമണപഥത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നത്. ISROയിൽ
സിഇഒയിലെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ വലിയ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ ദൗത്യത്തെ നോക്കിക്കാണുന്നത്. കാരണം ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ദൗത്യങ്ങളിൽ ഏറ്റവും വിശ്വസനീയമായ ഇന്ത്യയുടെ റോക്കറ്റ് ആണ് പോളാർ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ എന്ന PSLV. 1993 ആണ് PSLVയുടെ ആദ്യ ദൗത്യം, സെപ്റ്റംബർ മാസത്തിൽ ആണ് ആദ്യ ദൗത്യം നടന്നത്. അന്ന് അത് പരാജയപ്പെട്ടിരുന്നു. പിന്നീട് PSLV പരാജയത്തിന്റെ കൈപ്പറിഞ്ഞത് 2017 മാത്രമാണ്. 350ഓളം ഉപഗ്രഹങ്ങളെ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചിട്ടുള്ള 3 പതിറ്റാണ്ട് നീണ്ട ISROയുടെ ചരിത്രത്തിലെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനം ആണ് PSLV. ഇപ്പോൾ PSLV വിക്ഷേപണം പൂർത്തിയായിരിക്കുകയാണ്. ഭ്രമണപഥത്തിലേക്ക് ഈ എക്സ്പോസാറ്റ് എന്ന ഉപഗ്രഹത്തെ അടക്കം എത്തിക്കാൻ സാധിക്കും എന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ISRO ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇത്തരം വിക്ഷേപണങ്ങൾക്ക് എല്ലാം നേരിട്ട് സാക്ഷിയാകുന്നതിന് വേണ്ടി നിരവധി ആളുകൾ എത്താറുണ്ട്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നാണ് കൃത്യം 9:10 തന്നെ. നേരത്തെ കൗണ്ട് ഡൗൺ ആരംഭിച്ചത് ഇന്നലെ രാവിലെ 8:10 25 മണിക്കൂർ നീണ്ട സുദീർഘമായ ഒരു കൗണ്ട് ഡൗൺ പ്രക്രിയയായിരുന്നു. അതിൽ ഒരു ഘട്ടത്തിൽ പോലും പിഴവുകൾ സംഭവിച്ചില്ല. വളരെ കൃത്യമായി കൗണ്ട് ഡൗൺ അടക്കം 25 മണിക്കൂർ നീണ്ട കൗണ്ട് ഡൗൺ പൂർത്തിയാക്കി 9:10 തന്നെ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്നും PSLV C-58 പുറപ്പെടുകയായിരുന്നു. 2 പേലോഡുകൾ ആണ് ഇതിൽ പ്രധാനമായും ഉള്ളത്. അതിൽ ഒന്ന് പൊളിക്സ്, മറ്റൊന്ന് എസ്പെക്ട് എന്നിവയാണ്. അതിൽ തന്നെ പൊളിക്സ് എന്ന പേലോഡ് ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ള പേലോഡാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഈ പേലോഡുകൾ അടക്കം ഏതാണ്ട് 6 വർഷത്തെ ദൗത്യം ആണ് ഈ ഉപഗ്രഹങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. ഈ തമോ ഗർത്തങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എക്സ്റേകളുടെ സ്വഭാവം അനുസരിച്ച് ഏതാണ്ട് വ്യത്യസ്തമായ 40 സ്വഭാവത്തിലുള്ള എക്സ്റേ കിരണങ്ങളെ സംബന്ധിച്ച പഠനം ആണ് പ്രധാനമായും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് സൗരപഥത്തിന് അപ്പുറത്ത് നിന്ന് അടക്കം വരുന്ന ഈ റേകൾ ഏത് തരത്തിലാണ് കാലാവസ്ഥയിൽ അടക്കം സ്വാധീനം ചെലുത്തുക എന്നതാണ് പ്രധാനമായും ഈ ദൗത്യത്തിലൂടെ പഠന വിധേയമാകുന്നത്. അതോടൊപ്പം രേണുക എടുത്തു പറയേണ്ടത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ ഇടയുള്ള മറ്റൊന്ന്, കേരളത്തിലെ തിരുവനന്തപുരത്ത് തന്നെയുള്ള LBS എന്ന അക്കാദമിയിലെ വനിതാ അക്കാദമിയിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥികളടക്കം തയ്യാറാക്കിയിട്ടുള്ള VSAT എന്ന ഉപഗ്രഹം കൂടി വഹിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ PSLV പുറപ്പെട്ടിട്ടുള്ളത് എന്നതാണ്. ഏതാണ്ട് 6 മാസത്തെ ദൗത്യം ആണ് ഈ VSATന് ഉള്ളത്. ഇങ്ങനെ വിവിധ സ്വഭാവമുള്ള ചെറു ഉപഗ്രഹങ്ങളെ അടക്കം വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണം ആണ് ഇപ്പോൾ നടക്കുന്നത്. വിക്ഷേപണം ആരംഭിച്ച ഏതാണ്ട് 6 മിനിറ്റ് പിന്നിടുമ്പോൾ ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള സാങ്കേതിക പിഴവുകൾ ഒന്നും തന്നെ ഇല്ല. ISRO ചെയർമാൻ അടക്കമുള്ളവരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. ഒരു പക്ഷേ ഈ വിക്ഷേപണത്തിന്റെ വിജയത്തിന് ശേഷം അദ്ദേഹം തീർച്ചയായും അഭിസംബോധന ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 380 കിലോമീറ്റർ ഉയരത്തിലേക്ക് എന്ന നിലയിലേക്കാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് 500 കിലോമീറ്ററിന് മുകളിലേക്ക് ഈ വിക്ഷേപണം പോകേണ്ടതുണ്ട്. PSLV ഈ യാത്ര തുടരേണ്ടതുണ്ട്. അതിലിപ്പോൾ 400 കിലോമീറ്ററിലേക്ക് അടുക്കുകയാണ്. ഇനിയുള്ള 100 കിലോമീറ്ററുകൾ അതിവേഗം തന്നെ. എന്തായാലും കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ஃபர்ஸ்ட் டைம் பாக்குறேன் இத. மொட்டை மாடி எல்லாம் பாக்குறதுக்கு அப்படியே ரஃப்பா இருக்கும். இங்க நல்லா இருந்தது. ஸ்கூல்ல இருந்து கூட்டிட்டு வராங்க, நல்லா இருந்தது. என்னது? யா ரொம்ப நல்லா இருந்தது. நல்லா இருந்துச்சு. நான் சென்னையில இருந்து வரேன், கொளத்தூர். அப்புறம் சூப்பரா இருந்துச்சு. சவுண்டா வந்தது. ஆனா சீக்கிரமா போயிடுச்சு. காலைல இருந்து வந்ததுக்கு போர் அடிக்குது. ரொம்ப நல்லா இருந்துச்சு. லைக் சவுண்ட் வந்து லைக் நாங்க எதிரே பார்க்கல, நேர்ல பார்த்திருந்தாலும் இந்த மாதிரி ஒரு எக்ஸ்பீரியன்ஸ் கிடைச்சிருக்காது. இதெல்லாம் நல்லா இருக்கு. ஐ மீன் எப்படி சொல்றது, அது பக்கத்துல போய் பாக்குறத விட இது நல்லா இருக்கு அப்படின்ட்டு சொல்றோம். ஏன் வரும்போது வந்து மொக்கையா தான் இருக்கும், போயிடுவோம், எதுவும் தெரிய போறது இல்ல அப்படின்னு நினைச்சா பார்த்தா வந்து ரொம்ப கிளியரா நல்லா போறதெல்லாம் நல்லா காட்டுறாங்க. லைக் எர்த் விட்டு போறதெல்லாம்
அதான் தூரமா காட்டுவாங்கன்னு நினைச்சோம். ஆனா ரொம்ப கிளியரா இருந்துச்சு. நாங்க வந்து நினைச்சது என்னன்னா அது எங்கேயோ போகுது, நாம எங்கேயோ பாத்துட்டு இருக்க போறோம், எந்த டைரக்ஷன்லயே தெரியாம இருக்க போகுது, வேஸ்ட் தான் வந்தது அப்படின்னு நினைச்சு பார்த்தா ரொம்ப கிளியரா காட்டுறாங்க. லைக் இங்க போறதும் காட்டினாங்க, அப்புறம் வெள்ள வேர்த்த விட்டு போறதும் வந்து நல்லா காட்டுறாங்க. அதெல்லாம் நல்லா இருக்கு. नाडिया मीना सर्वे ऑर्बिट एक्सपेरिमेंट मॉड्यूल का सफल प्रयोग 30 जून 2022 को पीएसएलवी C53 द्वारा देखा गया था. കുട്ടികളുടെ